ഒരു തിരുനാൾ ഉണർത്തുന്ന ചിന്തകൾ. ഞാൻ എൻ്റെ പേരിൽ അഭിമാനിക്കുന്നു. പേരിനു മാത്രമുള്ളതല്ല എൻ്റെ പേര്. എന്നെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് മാതാപിതാക്കൾ എനിക്ക് നൽകിയ പേരാണത്. എനിക്ക് പകരം നിൽക്കുന്നതാണ് എൻ്റെ പേര്. എന്നെ വിളിക്കുവാനുള്ളതാണ് എൻ്റെ പേര്. ഞാനാണെന്ന് അനുസ്മരിപ്പിക്കുവാനുള്ളതാണ് ആ പേര്. ആ പേരാണ് മറ്റുള്ളവർ എന്നെ പേര് ചൊല്ലി വിളിക്കുന്നത്. അവർ എന്നെ അനുസ്മരിക്കുന്നതും എൻ്റെ പേര് ചൊല്ലിയാണ്. ആ പേര് എഴുതുവാൻ ഞാൻ പഠിച്ചു. ഏതാണ്ട് ആദ്യമായി തന്നെ എഴുതി തുടങ്ങിയത് ആ പേരാണ്. അത് പിന്നെ കൂടെ എഴുതി തുടങ്ങി. അങ്ങനെ അത് എൻ്റെ തനിമയുടെ അടയാളമായി. ഒപ്പിച്ചു നോക്കി തിരിച്ചറിയാവുന്നത് കൊണ്ട് അത് പിന്നെ ഒപ്പായി. എനിക്ക് ഉള്ളതുപോലെ എൻ്റെ ഭവനത്തിനും ഒരു പേരുണ്ട്. അതും കൂടുമ്പോൾ എൻ്റെ തനിമ കൂടുതൽ വ്യക്തമാകും. പിന്നെയും ചിലത് അതോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. അങ്ങനെ അത് എൻ്റെ മേൽവിലാസമായി. കത്തിന് മുകളിൽ എഴുതി പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് അത് മേൽവിലാസമായി. മേൽവിലാസം ഒരു കത്തിൻ്റെ ആമുഖമാണ്. എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവരെ അറിയിക്കുന്നതാണത്. ഒരു കത്ത് ഒരു സംഭാഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ മറ്റുള്ളവരെയും ഞാൻ പേര് ചൊല്ലി വിളിക്കുന്നു. സംഭാഷണം പങ്കുവയ്ക്കലാണ്. പങ്കുവയ്ക്കലിൽ പങ്കുപറ്റലുമുണ്ട്. കൊടുക്കൽ വാങ്ങലാണ് സംഭാഷണം. ലിഖിതമാകുന്ന സംഭാഷണം ആത്മകഥാകഥനമാകാം. അങ്ങനെ എൻ്റെ ജീവിതം ഞാൻ താളുകളിൽ പകർത്തുന്നു. ക്രമേണ ജീവിതം ഒരു തുറന്നുവെച്ച പുസ്തകമാകുന്നു. അതിൽ മറ്റുള്ളവർ വായിച്ചു മനസ്സിലാക്കുന്നത് എൻ്റെ മനസ്സിനെയാണ്, മനസ്സിൻ്റെ ഉൾപ്രേരണകളെയാണ്, എന്നിലെ ആഗ്രഹാഭിലാഷങ്ങളെയാണ്, എന്നിലെ സ്നേഹത്തെയാണ്. അവയുടെ ആകത്തുകയാണ് ഞാൻ. എൻ്റെ പേര് ഒരു കണ്ണാടി, ഒരു മിറർ പോലെയാണ്. അതിനു മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ കാണുന്നു. എന്നെ ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ എങ്ങനെയായിരിക്കണമെന്നും ഞാൻ തിരിച്ചറിയുന്നു. ആ കണ്ണാടിയിൽ നോക്കി എന്നെ തന്നെ ഒരുക്കി മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് പ്രദർശന വിഷയമാക്കുവാൻ സാധിക്കും. എന്നാൽ അത് പരസ്യത്തിനല്ല, മറിച്ച് എന്നിലെ നന്മയെ പ്രദർശിപ്പിക്കുവാൻ. എന്നെ തന്നെ നോക്കി കാണുവാനുള്ള കണ്ണാടിയാണ് എൻ്റെ പേരിൻ്റെ കാരണക്കാരൻ, എൻ്റെ മധ്യസ്ഥൻ. അദ്ദേഹം വിശുദ്ധനായത് മറ്റൊരു കണ്ണാടിയിൽ നോക്കി താൻ എന്തായിരിക്കണമെന്ന് പരിശീലിച്ചത് കൊണ്ടാണ്. ആ കണ്ണാടിയുടെ പേരാണ് പിതാവിൻ്റെ പ്രതിച്ഛായ ഈശോനാഥൻ. പിതാവിലെപ്പോഴും സ്വയം ദർശിക്കുന്നവൻ. എൻ്റെ പേരാകുന്ന കണ്ണാടിയിൽ ദീർഘനേരം ഞാൻ നോക്കി നിന്നാൽ അതുവരെയുള്ള എൻ്റെ പശ്ചാത്തലം എനിക്ക് നോക്കിക്കാണുവാൻ സാധിക്കും. ഒരാൾ തൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവിടം വരെ എത്തണം. ഇന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാളാണ്. തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ. അതുപോലെ എനിക്ക് ആശംസകൾ അർപ്പിച്ചവർക്ക് എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നാളെ അന്നപുണ്യവതിയുടെ തിരുനാളാണ്. ഒപ്പം വിശുദ്ധ യവവാഹീമിൻ്റേതും. ഈശോയുടെ വല്യമ്മയുടെയും വല്യപ്പൻ്റെയും തിരുനാൾ. ഈശോയുടെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒപ്പം നിന്ന സ്നേഹ സാന്നിധ്യം. അത് അവരുടെ ബാല്യകാലത്തെ പ്രകാശപൂർണമാക്കിയ പരിപാലനയുടെ സാന്നിധ്യം കൂടിയായിരുന്നു. അന്ന എന്ന പേരിന് ഉടമയായിട്ടുള്ളവർക്കെല്ലാം തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു. അവരെയെല്ലാം അനുസ്മരിക്കുന്നു. നമ്മുടെ പേരുകൾക്കെല്ലാം കാലദേശ വ്യത്യാസമനുസരിച്ച് വ്യത്യസ്തമായ രൂപഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജെയിംസ് എന്ന പേര് തന്നെയാണ് ചാക്കോയും യാക്കോബും ഹൈമയും ഷാക്കും തിയാഗോയും ഒക്കെ ആയിത്തീർന്നത്. അന്ന തന്നെയാണ് ഹന്നായും ആനും അനുവും അനിയയും അനീറ്റയും അനേറ്റും അനീസും ഒക്കെ ആയിത്തീർന്നത്. ഈ വൈവിധ്യങ്ങളെല്ലാം കാലത്തെയും ദേശത്തെയും ജനതകളെയും കൂട്ടിയോജിപ്പിക്കുന്നു. ഒരു വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ അടുത്തേക്ക് എല്ലാ ദിശകളിൽ നിന്നും വഴികൾ എത്തിച്ചേരുന്നു.
അങ്ങനെ എത്തിച്ചേരുന്ന ആ ഇടം ഒരു തീർത്ഥാടന കേന്ദ്രമാകുന്നു. സ്പെയിനിലെ സാന്തിയാഗോ ദ് കമ്പോസ്റ്റലായിലേക്ക് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വഴി നീളുന്നുണ്ട്. അതായത് യാക്കോബിൻ്റെ ബസിലിക്കായിലേക്ക്. യാക്കോബിൻ്റെ വഴികൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. ആത്യന്തികമായി അവയെല്ലാം ക്രിസ്തുവിലേക്ക് നീളുന്ന വഴികളാണ്. നമ്മുടെ വിശുദ്ധർ വഴിയാണ് നമ്മൾ അങ്ങിലേക്കും എത്തുന്നത്. നമ്മുടെ വിശുദ്ധരുടെ തിരുനാളുകൾ അനുസ്മരിച്ചുള്ള ഈ ചിന്തകൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഏവർക്കും ഒരു നല്ല സന്ധ്യയുടെ ആശംസകൾ.